Very good evening to all of you. Welcome back to DME Interview Series. Okay. അപ്പോ കഴിഞ്ഞ ദിവസം എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കണേ. ആതിരയുടെ മൈക്ക് ഓൺ ആണ്. എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കിക്കേ. ഓക്കെ, ഡൺ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടുള്ള ഏരിയാസിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുന്നത് ഇതൊരു ജനറൽ ആയിട്ട് ചിലപ്പം ചോദിക്കാൻ നിങ്ങളുടെ ഐഡിയ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം PHCയില് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ JPHR ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ MLSP അല്ലെങ്കിൽ CHO പോലുള്ള പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നവരാവാം. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് വാക്സിൻസ് ആൻഡ് കോൾഡ് ചെയിൻ. ഓക്കെ, വാക്സിൻസിനെ പറ്റിയിട്ടായിരിക്കും മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വളരെ നിർബന്ധമായിട്ട് നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. കാരണം ചിലപ്പം നിങ്ങൾ ഏത് ഏരിയയിൽ ഇപ്പം PIC ആയിക്കോട്ടെ, അല്ലെങ്കിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഗൈനക്കോളജി ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ ഇന്റർവ്യൂവിന് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഫുള്ള് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നത് പോലെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ചൊരു ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇത് ചിലപ്പം ചോദിച്ചാലായി, അല്ലാതെ ഹിസ്റ്ററി ഒന്നും ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. വാക്സിൻസിനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ഹിസ്റ്ററി പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ 1974 മെയ്യിലാണ് ആദ്യമായിട്ട് WHO ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ പേരാണ് എന്താണത്? അതിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? WHO launched a program that is called as EPI. EPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? Expanded Program on Immunization. Okay, Program on Immunization. Okay, ഇങ്ങനെ ഒരു പ്രോഗ്രാം WHO കൊണ്ടുവന്നു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അതിന്റെ മുന്നേ വാക്സിൻസ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത്. അതിന്റെ മുന്നേയും വാക്സിൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ മുന്നേ വാക്സിൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ BCG വാക്സിൻ ഉണ്ടായിരുന്നു, പോളിയോ വാക്സിൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ഏകദേശം ഒരു കൊളോണിയൽ ആ ഒരു സമയത്തെ ഈ ഒരു വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെങ്കിൽ ഈ 2 വാക്സിൻസ് ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വേറെ വാക്സിൻസ് ഒന്നും അത്രത്തോളം പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഈ 1974 WHO ഈ ഒരു എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 നമ്മുടെ WHO ലോഞ്ച് ചെയ്ത് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പിന്നെ ഇന്ത്യയിൽ EPI ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയാ നല്ലൊരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയത്. നമ്മുടെ EPI ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ഇതിൽ ഈ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിരുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളിൽ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇത് ആൾക്കാരിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നിലവിൽ വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? 1985 നവംബറിലാണ്. ഓക്കെ, നവംബറിലാണ് നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്നത്. ഓക്കെ, നമ്മുടെ ഈ ഇന്ത്യൻ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ UPI എന്ന് പറയുന്ന സംഭവം, ഇതില് നമുക്ക് 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിനെതിരെയായിരുന്നു നമ്മൾ വാക്സിൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ BCG കൊടുക്കുമായിരുന്നു, അന്നത്തെ കാലത്ത് BCG കൊടുക്കുമായിരുന്നു, പിന്നെ DPT കൊടുക്കുമായിരുന്നു, OPV കൊടുക്കുമായിരുന്നു, പിന്നെ ഏതായിരുന്നു ഉണ്ടായിരുന്നെന്ന് അറിയോ? പിന്നെ ഉണ്ടായിരുന്ന ഇതാണ് മീസൽസ്. ഓക്കെ, മീസൽസ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ
പിന്നെ 4 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്, പക്ഷെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസിനെ നമ്മൾ കൺട്രോൾ ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ BCG എന്ന് പറയുന്നത് TB, DPT എന്ന് പറയുന്നത് diphtheria pertussis and tetanus. OPV എന്ന് പറയുന്നത് പോളിയോയ്ക്ക് വേണ്ടിയിട്ട് ഓറൽ പോളിയോ വാക്സിൻ ആണ്. ആൻഡ് അത് പോളിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. മീസൽസ് മീൻസ് മീസൽസ് ആണ്. ഓക്കെ, ഇപ്പൊ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ UPI ഉണ്ടായിരുന്നത്. ഓക്കെ, അതെ. പിന്നെ കുറെ നാളത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു 2014 വരെ നമ്മൾ ഇതേ വാക്സിൻസ് തന്നെയായിരുന്നു പിന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് വൈറ്റമിൻ എ ഇങ്ങനെയുള്ള കുറച്ച് വാക്സിൻസ് ആഡ് ചെയ്തെന്നല്ലാണ്ട് MMR പോലെയുള്ള വാക്സിൻസ് ഒക്കെ ആഡ് ചെയ്തെന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ 25 ഡിസംബർ 2014 ഈ ദിവസം നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. കാരണം ഇത് ചിലപ്പോൾ ചോദിക്കാം. നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വന്നതാണ് ഈ ഒരു ഡേറ്റിൽ. ഓക്കെ, 25 ഡിസംബർ ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു 2014 ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അതിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, ദാറ്റ് ഈസ് മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ, മിഷൻ ഇന്ദ്രധനുഷ്. എന്താണ് ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്? ഇന്ദ്രധനുഷ് എന്താണ്? വെരി ഗുഡ്, മഴവില്ല അല്ലെങ്കിൽ റെയിൻബോ. ഓക്കെ, ഇതിന്റെ മീനിങ് ആണ് റെയിൻബോ. എന്തുകൊണ്ടായിരിക്കും റെയിൻബോ എന്ന് പേര് വരാനുള്ള കാരണം? റെയിൻബോയില് 7 കളേഴ്സ് ആണുള്ളത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമ്മള് ഈ ഇന്ദ്രധനുഷ് കൊണ്ട് പിന്നെ മിഷൻ ഇന്ദ്രധനുഷ് ഉള്ളത് പിന്നെ ആ ഒരു പ്രോഗ്രാം വഴി നമ്മൾ 7 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിനകത്ത്, ഓക്കെ, 7 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിന് വേണ്ടിയിട്ട് നമ്മള് പിന്നെ എല്ലാ അണ്ടർ 5ഉം ഈ ഒരു 7 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിനെതിരെ വാക്സിൻസ് എടുത്തിരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു മിഷൻ ഇന്ദ്രധനുഷിന്റെ ഉദ്ദേശം. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ഈ ഒരു 7 വാക്സിൻസ് കിട്ടിയിരിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, UPI 6 വാക്സിൻസ് ആണുള്ളത്. അപ്പൊ ഏത് വാക്സിൻ ആണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് വഴി ആഡ് ആയത് എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും. ഏത് വാക്സിൻ ആണ് ആഡ് ആയത്? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, നമ്മുടെ 6 UPI വാക്സിൻസ് പ്ലസ് ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയും കൂടിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും കൂടെ ആഡ് ചെയ്തപ്പോൾ 7 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് ഇതിൽ ആഡ് ആയി. ഓക്കെ, നമ്മൾ കൺട്രോൾ ചെയ്തു. ക്ലിയർ? അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചാൽ മതി. വേറെയും കുറെ ഹിസ്റ്ററികളുണ്ട്. നമ്മുടെ ലൂയിസ് പാസ്റ്ററിനെ പറ്റി പറയുന്നത്, നമ്മൾ പിന്നെ റാബീസ് വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തത്, വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തത്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇത് ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. ക്ലിയർ? ദെൻ ഇനി അടുത്തതാണ് നമുക്ക് ടൈപ്പ് ഓഫ് വാക്സിൻസിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് മെയിൻലി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 ടൈപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതില് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും ഈ സംഭവങ്ങളൊക്കെ. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പഠിക്കാണ്ട് പോകുന്ന ഒരാൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഫസ്റ്റ് ടൈപ്പ്, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്സ് അറിയാം വാക്സിൻസിന്റെ ടൈപ്പുകൾ? ലൈവ് വാക്സിൻ ഉണ്ട്, പിന്നെ യെസ് കിൽഡ് അല്ലെങ്കിൽ ലൈവ് അറ്റിന്യൂറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത് ലൈവ് വാക്സിൻ തന്നെയാണ്. ഓക്കെ, ലൈവ് അറ്റിന്യൂറ്റഡ് വാക്സിൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും പാത്തോജെനിസിറ്റി, നമ്മൾ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും പക്ഷെങ്കിൽ അതിന് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി നിലനിർത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അറ്റിന്യൂറ്റഡ് എന്ന് പറയുന്നത്. ലൈവ് അറ്റിന്യൂറ്റഡ് വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണോജെനിസിറ്റി നിലനിർത്തുകയും പാത്തോജെനിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു നമ്മളിപ്പോ പോളിയോന്റെ ഓർഗാനിസത്തിന് തന്നെയാണ് നമ്മൾ കുത്തിവെക്കുന്നത് അല്ലെ. ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈവ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് തന്നെയാണ് കുത്തിവെക്കുന്നത്. പക്ഷെങ്കിൽ ആ കുത്തിവെപ്പില് നമുക്ക് പാത്തോജെനിസിറ്റി ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് കിട്ടൂല. പക്ഷെങ്കിൽ ആ പോളിയോ ഓർഗാനിസത്തിനെതിരെ നമ്മുടെ ബോഡി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന അതിനെ പറയുന്ന പേരാണ് ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് പറയുന്നത്. അത് നിലനിർത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ലൈവ് അറ്റിന്യൂറ്റഡ് വാക്സിൻ. രണ്ടാമത്തെ വാക്സിന്റെ പേരാണ് നിങ്ങൾ എന്തോ പറഞ്ഞു? ഓക്കെ, കിൽഡ് വാക്സിൻ.
വെരി ഗുഡ്. നെക്സ്റ്റ് Combined Oxford vaccines. ടോക്സോയിഡ് വാക്സിൻസ്. ഓക്കെ, ടോക്സോയിഡ് വാക്സിൻസ് ഉണ്ട്. പിന്നെ കമ്പൈൻഡ് വാക്സിൻസ് ഉണ്ട്. അതിനെ നമ്മൾ അത് നമ്മൾ വേറെ പിന്നെ ഇത് തന്നെ പെടുത്തുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉള്ളതാണ് സെല്ലുലാർ വാക്സിൻസ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് റീകോമ്പിനന്റ് വാക്സിൻ. ഇത്രയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആദ്യത്തെ ഒരു 3-4 പഠിച്ച ഈ 4 ഫസ്റ്റ് 4 പഠിച്ചാൽ തന്നെ മതി. ഓക്കെ, റീകോമ്പിനന്റ് വാക്സിൻ. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങളെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ന്യൂമോണിക്കിന്റെ ദാറ്റ് ഈസ് റോം ഈസ് മൈ ബെസ്റ്റ് പ്ലേസ് ടു ഗോ യെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫുൾ ഫോമിന്റെ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോം മീൻസ് ആർ മീൻസ് റുബെല്ല, O means OPV, okay, oral polio vaccine. M means measles. എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കാവോ? മൈക്ക് ഓഫ് ആക്കിക്കേ. E means epidemic typhus vaccine. Okay. ഇനി അടുത്തതാണ് ഈസ്. ഈസ് മീൻസ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിന്റെ കീഴില് നമുക്ക് ലൈവ് ആയിട്ടും കിൽഡ് ആയിട്ടുള്ള വാക്സിൻ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട. Influenza vaccine. Okay, then M means mumps. B means best. Best means BCG. Okay, and place means plague. Okay, plague vaccine. And to go എന്ന് പറയുന്നതാണ് typhoid vaccine. Okay, typhoid vaccine. And yet means yellow fever vaccine. Okay, yellow fever vaccine. അപ്പൊ ഏതൊക്കെയാണ് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റുബെല്ല, OPV, മീസിൽസ്. എപ്പിഡമിക് ടൈഫസ് വാക്സിൻ ആണെന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻഫ്ലുവൻസ വാക്സിനും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മംസ്, BCG, പിന്നെ ടൈഫോയിഡ് വാക്സിൻ, യെല്ലോ ഫീവർ വാക്സിൻ. ദിസ് മച്ച് ഈസ് എനഫ്. ഓക്കെ, ഇഫ് യു ക്യാൻ റിമെമ്പർ ദിസ് ന്യൂമോണിക് ദാറ്റ് ഈസ് ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂമോണിക് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ന്യൂമോണിക്കിനെ പറ്റിയിട്ട് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ മൈൻഡിൽ കിട്ടുന്ന ന്യൂമോണിക് ഒന്ന് മനസ്സ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മൈൻഡിൽ കിട്ടുന്ന വാക്സിൻസ് പറഞ്ഞോളാം. ഓക്കെ, ചിലപ്പം ഇന്റർവ്യൂ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇനാക്ടിവേറ്റഡ് വാക്സിൻ ഓർ കിൽഡ് വാക്സിൻ? അപ്പോൾ ഇനാക്ടിവേറ്റഡ് വാക്സിൻ അല്ലെങ്കിൽ കിൽഡ് വാക്സിൻ ഏതാണ് ബെറ്റർ? ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണോ കിൽഡ് വാക്സിൻ ആണോ? ഓൾവേസ് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണ്. കാരണം കുറഞ്ഞ ഡോസ് മതി. മാത്രമല്ല ബൂസ്റ്റർ ഡോസിന്റെ ഒന്നും വലിയൊരു ആവശ്യമൊന്നും നമ്മുടെ ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിന്റെ ഇതിലില്ല. പക്ഷെങ്കിൽ കിൽഡ് വാക്സിൻ ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡോസ് കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇതിന് ബൂസ്റ്റർ ഡോസിന്റെയും ആവശ്യമായിട്ട് വരും. ക്ലിയർ? ഇനി ഏതൊക്കെയാണ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിൽഡ് ആയിട്ടുള്ള വാക്സിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഏതാണ്? IPV. വെരി ഗുഡ്. DPT എല്ലാം ഇനാക്ടിവേറ്റഡ് ആണോ? അത് ടോക്സോയിഡ് ആണ്. അല്ല, നമ്മുടെ DPT വാക്സിനിൽ ഒരേ ഒരു വാക്സിൻ മാത്രം, ഒരേ ഒരു കമ്പോണന്റ് മാത്രമേ കിൽഡ് ആയിട്ടുള്ളൂ. ഏതാണത്? പെർട്ടോസിസ്. ദാറ്റ് ഈസ് പെർട്യൂസിസ്. വെരി ഗുഡ്. ഓക്കെ, പെർട്യൂസിസ്. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് റാബീസ് വാക്സിൻ. ഓക്കെ, റാബീസ്. ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും KFD വാക്സിൻ. KFD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? കെസാനോർ ഫോറസ്റ്റ് ഡിസീസ്. ഓക്കെ, നമ്മുടെ കുരങ്ങുപനി. കുരങ്ങുപനി എന്ന് പറയുന്നത് ഇത് ഒറിജിനേറ്റ് ചെയ്തത് നമ്മുടെ അടുത്തുള്ള കേരളത്തിന്റെ അടുത്ത് കാസർഗോഡിന്റെ അടുത്തുള്ള കർണാടകന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഷിമോഗ. ഷിമോഗയിലെ ഒരു കെസാനോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, കുരങ്ങ് പനി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ കുരങ്ങന്മാരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് ജസ്റ്റ് ഒരു കുരങ്ങന്മാരിൽ ഒരു ചെള്ള് കോമൺ ആയിട്ട് കാണും. അത് വഴിയാണ് നമുക്ക് ഇത് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെങ്കിൽ ഇതിന്റെ ആംപ്ലിഫൈങ് ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ്സ് ആണ്. ഓക്കെ, പന്നികളാണ്. KFD അതോടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് JE വാക്സിൻ. ദാറ്റ് ഈസ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ. ആൻഡ് IPV നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പെർട്യൂസിസ്, റാബീസ്, പിന്നെ ഉള്ളതാണ് കോളറ കേട്ടോ. കോളറയുടെയും 2 വാക്സിനും വരുന്നുണ്ട്. ലൈവും പിന്നെ കിൽഡ് വാക്സിനും വരുന്നുണ്ട്. 2 പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. പെർട്യൂസിസ്, റാബീസ്, കോളറ, ഹെപ്പറ്റൈറ്റിസ് B, KFD, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ആൻഡ് IPV. ക്ലിയർ? ഇനി അടുത്തതാണ് ടോക്സോയിഡ് വാക്സിൻസ്. എന്താണ് ടോക്സോയിഡ് വാക്സിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓർഗാനിസംസ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻ എടുത്തിട്ടാണ് നമ്മൾ കുത്തിവെക്കുന്നത്. ഓക്കെ, അപ്പോ അത് ഇതിന്റെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 2
വാക്സിൻസ് ആണ് നമ്മൾ ടോക്സോയിഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വരുന്നത്. ഏതൊക്കെയാണത്? diphtheria, tetanus, Diphtheria and tetanus. Okay, diphtheria and tetanus. ഇനി അടുത്തതാണ് സെല്ലുലാർ ഫ്രാക്ഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു വാക്സിനെ പറ്റി പറയുന്ന പേരാണ് കോൺജുഗേറ്റഡ് വാക്സിൻ. ഓക്കെ, കോൺജുഗേറ്റഡ് വാക്സിൻ. നമ്മുടെ വാക്സിന്റെ പേരിൽ തന്നെ ഈ ഒരു കോൺജുഗേറ്റഡ് എന്നുള്ളത് ചേർക്കും. നിങ്ങൾ ഏതെങ്കിലും കോൺജുഗേറ്റഡ് വാക്സിന്റെ പേര് പറയാവോ? വെരി ഗുഡ്. ദാറ്റ് ഈസ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ അല്ലേ? ന്യൂമോകോക്കൽ ആൻഡ് മെനിഞ്ചോകോക്കൽ. ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സെല്ലുലാർ വാക്സിൻസ്. ഓക്കെ, സെല്ലുലാർ ഫ്രാഗ്മെന്റ്സ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഓക്കെ, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തോളാം, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തോളാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ NRSMന്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഒരു പേജ്, ഒരു 5-6 പേജ് ഉള്ളത്, അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെടുത്തിട്ട് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചോളുക. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ ISROടെ ശ്രീഹരിക്കോട്ടയിൽ വെച്ചിട്ട്. അന്ന് ഞാൻ CHCയിലായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആയിരുന്നു. ഓക്കെ, എനിക്ക് ഇതിന്റെ പകുതി അറിയായിരുന്നു, പകുതി അറിയില്ലായിരുന്നു അന്ന്. ഓക്കെ, 2016 കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ കാരണം ഇത് അത്രത്തോളം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആയിട്ട് നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കില്ലല്ലോ, ഓരോ വാക്സിൻസിനെ പറ്റിയിട്ട് ചോദിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പഠിക്കാനായിട്ട് അത്ര നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഏകദേശം 6-14-10 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒപ്പിച്ചു എന്നല്ലാണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് പറ്റരുത്, നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചിട്ട് പോയിക്കോളെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അപ്പം ബർക്കിൽ എടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ദാറ്റ് ഈസ് BCG, OPV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, OPVയുടെ 0 ഡോസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് 6 വീക്സിലാണ് അടുത്ത് വരുന്നത്. OPV ഫസ്റ്റ് ഡോസ് എടുക്കും. പെന്റാവാലന്റിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കും. പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ എത്ര വാക്സിൻസ് ഉണ്ട് അതില്? എത്ര കമ്പോണൻസ്? ഏതൊക്കെയാണത്? hepatitis B, ഹെപ്പറ്റൈറ്റിസ് B, Haemophilus influenza, Hib വാക്സിൻ. ഓക്കെ, ഒരിക്കലും പല ആൻസേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അറിയാത്തവർ ഇത് എഴുതി വെച്ചോ. പെന്റാവാലന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ 5 വാക്സിൻസ് ആണുള്ളത്. അതിൽ DPT പ്ലസ് ഹെപ്പറ്റൈറ്റിസ് B പ്ലസ് ഉള്ളതാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B. ഓക്കെ, ഹിബ് വാക്സിൻ കൂടിയാണുള്ളത്. ഇത് മറക്കരുത്. ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വരെ നിങ്ങൾ പറയുന്നത് കേട്ടു, പക്ഷെങ്കിൽ അതിന്റെ ഇടയ്ക്ക് റോട്ടാ വൈറസ് വരുന്നുണ്ട്, പിന്നെ GE വരുന്നുണ്ട്. ഓക്കെ, പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ ഈ 5 കമ്പോണൻസ് ആണ് അതിൻ്റെത്. ഓക്കെ, ക്ലിയർ? ഇനി അപ്പം പെന്റാവാലന്റ് ഫസ്റ്റ് ഡോസ് എടുക്കുന്നു. പിന്നെ അടുത്തതാണ് റോട്ടാ വൈറസ് വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ് ഓഫ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതാണ് FIPV. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന IPV വാക്സിൻ ഇന്ന് നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അതിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോ ഇനി അടുത്തതാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ, ദാറ്റ് ഇസ് ഫസ്റ്റ് ഡോസ്. അതിന്റെ PCV വാക്സിൻ ഫസ്റ്റ് ഡോസ് കൊണ്ട് എടുക്കുന്നത്. അപ്പം 6 വീക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? OPV ഫസ്റ്റ് ഡോസ്, പെന്റാവാലന്റ് ഫസ്റ്റ് ഡോസ്, റോട്ടാ വൈറസ് വാക്സിൻ ഫസ്റ്റ് ഡോസ്, ആൻഡ് ഫ്രാക്ഷണൽ IPV FIPV ഫസ്റ്റ് ഡോസ്, ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ ഫസ്റ്റ് ഡോസ്. ഓക്കെ, then 10 വീക്സിൽ OPV സെക്കൻഡ് ഡോസ് വരും, പെന്റാവാലന്റ് സെക്കൻഡ് ഡോസ് വരും, റോട്ടാ വൈറസ് വാക്സിൻ സെക്കൻഡ് ഡോസ് വരും. ഇത് ആക്ച്വലി പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒരു 1-2 വട്ടം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി അടുത്താണ് 14 വീക്സിൽ OPV തേർഡ് ഡോസ്, പെന്റാവാലന്റ് തേർഡ് ഡോസ്, FIPV സെക്കൻഡ് ഡോസ്, റോട്ടാ വൈറസ് വാക്സിൻ തേർഡ് ഡോസ്, PCV സെക്കൻഡ് ഡോസ്. 9 to 12 months ആകുമ്പോഴത്തേക്കും നമ്മൾ മീസിൽസ് റുബെല്ല വാക്സിൻ JE1 ആൻഡ് PCV ബൂസ്റ്റർ എടുക്കും. 16 to 24 monthsലാണെന്നുണ്ടെങ്കിൽ MR2 സെക്കൻഡ് ഡോസ് എടുക്കും, JE സെക്കൻഡ് ഡോസ്, ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് ബൂസ്റ്റർ ആൻഡ് OPV ബൂസ്റ്റർ നമ്മൾ എടുക്കും. 5 to 6 years ആണെന്നുണ്ടെങ്കിൽ DPT ബൂസ്റ്റർ എടുക്കും. 10 yearsൽ ടെറ്റനസ് എടുക്കും. 16 yearsലാണെങ്കിൽ TD എടുക്കും. പ്രഗ്നന്റ് മദറിന് നമ്മൾ TD വാക്സിൻ ആണ് ഇപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ TT ആയിരുന്നു, ഇപ്പൊ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് TD. ക്ലിയർ? ഇനി ഇതിലെ ഓരോ വാക്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കാണ് കൊടുക്കുന്നത്, എവിടെയാണ് കൊടുക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഡോസ്, ഓക്കെ, ഏതാണ് ഇതിന്റെ സൈറ്റ്. ഓക്കെ, ക്ലിയർ? ഒരു കാര്യം പറയട്ടെ ചോദിച്ചോ. സർ, നമ്മള് 9 months IPV തേർഡ്
ഡോസും കൂടെ എടുക്കുന്നുണ്ടല്ലോ. IPV എന്ന് പറയുന്നത് പിന്നെ FIPVന്റെ തേർഡ് ഡോസ് എന്ന് പറയുന്നത് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 9 മന്ത്സിൽ എടുക്കുന്നുണ്ട്. അത് പിന്നെ ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അതിനെ പറ്റിയിട്ട് ഞാൻ ChatGPT-ന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സെക്കൻഡ് ഇതിപ്പോ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1 year ആയിട്ടേ ഉള്ളൂ ആ ഒരു പിന്നെ FIPVയുടെ തേർഡ് ഡോസ് ആഡ് ചെയ്തിട്ട്. അത് നമ്മളെ പിന്നെ ഈ ആൽഫയുടെ കമ്മ്യൂണിറ്റിയുടെ ക്ലാസ് കിട്ടിയവർക്ക് അറിയാം. അപ്പോ അതില് തേർഡ് ഡോസ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അത് ആഡപ്പ് ആയത്. പക്ഷെങ്കിൽ ഇപ്പോഴും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഡോസ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ FIPVയുടെ ഒരു തേർഡ് ഡോസും കൂടെ നമ്മൾ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ChatGPT-യിൽ അടിച്ച സമയത്ത് ഞാൻ അങ്ങനെയല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അത് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം പക്ഷെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലും NRSM അത് പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് എല്ലാവിടെയും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, പക്ഷെങ്കിൽ ഇതിങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, നമ്മൾ FIPVയുടെ തേർഡ് ഡോസും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് DT അല്ലെങ്കിൽ TT-യുടെ ഒക്കെ കാര്യം. പ്രഗ്നൻസിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5 ml ആണ് അതിന്റെ ഡോസ്. IM ആണ് നമ്മൾ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പർ ആമിലാണ് നമ്മൾ കൊടുക്കുന്നത് ഡെൽറ്റ വഴി. ഓക്കെ, അപ്പൊ എപ്പോഴാണ് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം 4 weeks അപ്പാർട്ടായിട്ട്, എന്ന് വെച്ചാൽ 4 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കുന്നു. ഇനി അഥവാ കഴിഞ്ഞ 3 വർഷത്തിന്റെ ഇടയ്ക്കാണ് രണ്ടാമത്തെ പ്രഗ്നൻസി വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി. അത് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അടുത്തതാണ് BCG വാക്സിൻ. BCG വാക്സിൻ എന്ന് പറയുന്നത് അറ്റ് ബർത്തിൽ കൊടുക്കുന്നതാണ്. അപ്പോ അറ്റ് ബർത്തിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആണെന്നുണ്ടെങ്കിൽ 0.05 ml ആണ് നമ്മൾ കൊടുക്കുന്നത് 1 month ഓഫ് ഏജ് വരെ. ഇനി അടുത്ത 1 year വരെ നമുക്ക് BCG വാക്സിൻ എടുക്കാം. പക്ഷെങ്കിൽ അതിന്റെ ഡോസ് 1 month കഴിഞ്ഞാൽ പിന്നെയുള്ള ഡോസ് എന്ന് പറയുന്നത് 0.1 ml ആണ്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കാണ് വാട്ട് ഈസ് ദ ഡോസ് ഓഫ് BCG അറ്റ് ദ ടൈം ഓഫ് ബർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡോസ് എന്ന് പറയുന്നത് 0.05 ml ആണ്. ഓക്കെ, ഇൻട്രാ ഡെർമൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലെഫ്റ്റ് അപ്പർ ആമിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് B ആണെന്നുണ്ടെങ്കിൽ ഇതും അറ്റ് ദ ടൈം ഓഫ് ബർത്തിൽ കൊടുക്കുന്നതാണ്. 0.5 ml ആണ്. ഇൻട്രാ മസ്കുലർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആന്റീരിയോ ലാറ്ററൽ സൈഡ് ഓഫ് മിഡ് തൈലാണ് നമ്മൾ കൊടുക്കുന്നത്. OPV എന്ന് പറയുന്നത് ഓറൽ വാക്സിൻ ആണ്. അറ്റ് ദ ടൈം ഓഫ് ബർത്തിൽ നമ്മൾ കൊടുക്കും. 2 drops ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓറൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇനി OPV ഇതിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ 6 weeks 10 weeks 14 weeks നമ്മൾ കൊടുക്കുന്നുണ്ട്. പെൻഡാവാലന്റിന്റെ ഡോസ് എന്ന് പറയുന്നത് ഞാൻ ഇനി ഫ്രീക്വൻസി പറയുന്നില്ല. പിന്നെ ഇൻട്രാമസ്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത്. ആന്റീരിയർ ലാറ്ററൽ സൈഡ് ഓഫ് മിഡ് തൈലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ 0.5 ml തന്നെയാണ്. IM ആണ്. ആന്റീരിയർ ലാറ്ററൽ സൈഡ് ഓഫ് മിഡ് തൈ ആണ് കൊടുക്കുന്നത്. റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത് ഓറൽ വാക്സിൻ ആണ്. IPV എന്ന് പറയുന്നത് ആക്ച്വലി IM ആയിട്ടുള്ള വാക്സിൻ ആണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേസമയം FIPV എന്ന് പറയുന്നത് ഇൻട്രാ ഡെർമൽ ആയിട്ടുള്ള വാക്സിൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, IPV എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പോളിയോ വാക്സിൻ ഉണ്ടായിരുന്നു പണ്ടത്തത്. അത് IM ആയിട്ട് കൊടുക്കുന്നതായിരുന്നു. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രാക്ഷണൽ IPV ആണ്. അത് ഇൻട്രാ ഡെർമൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ എന്ന് പറയുന്നത് 0.5 ml ആണ്. ഞാൻ ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ വാക്സിനും എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ പിന്നെ ഒരു സിംഗിൾ ചാർട്ട് നിങ്ങൾക്ക് ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ വൈറ്റമിൻ എന്റെ കാര്യമാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത് 9 completed monthsലാണ്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഓറൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഓരോ 6 monthsലും നമ്മൾ കൊടുക്കും. പക്ഷെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ വൈറ്റമിൻ എയുടെ ഡോസ് എന്ന് പറയുന്നത് 2 lakh ആണ്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഏകദേശം എത്ര വൈറ്റമിൻ എന്റെ ഡോസ്? ടോട്ടല് 9 ഡോസസ് ആണ് നമ്മൾ വൈറ്റമിൻ എന്റെ കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഏകദേശം സിമിലർ ആണ്. ഇനി IPVയും FIPVയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ IPV എന്ന് പറയുന്നത് 0.5 ml ആയിരുന്നു. ഓക്കെ, പക്ഷെങ്കില് നമുക്ക് അതിന് ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഗവൺമെന്റിനെ ഈ ഒരു IPV ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓരോ വാക്സിൻസ് ഉണ്ടാക്കുന്നതിനും അത്രയും എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു പ്രൈവറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്താണ് നമുക്ക് വാക്സിൻസിന്റെ ഒക്കെ വില അറിയാം. ഓക്കെ, അപ്പം IPV എന്ന് പറയുന്നത് അത്രയും കോസ്റ്റ് പിന്നെ ഉള്ളതാണ്. അത്രയും ഡോസും ഉണ്ട്. അപ്പോൾ ഓക്കെ, പക്ഷെങ്കിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കി FIP ഈസ് ബെറ്റർ ദാൻ IPV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈക്വൽ എഫക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത്രയും ചെലവും ഇല്ല. നമുക്ക് 0.1 ml എന്ന് വെച്ച് കഴിഞ്ഞാൽ IPV കൊടുക്കുന്നിടത്തിൽ ഒരാൾക്ക് കൊടുക്കുന്നിടത്ത് നമുക്ക് 5 ആൾക്ക് FIPV കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിന് ഒറ്റ ഡോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IPVക്ക്. അത് 14 weeksലായിരുന്നു.
ഇപ്പൊ FIPV വന്നപ്പം 614 വീക്സിലാണ്. ഇപ്പം ഞാൻ അഡീഷണൽ പറഞ്ഞ് അതും കൂടെ നിങ്ങൾ ആഡപ്പ് ചെയ്ത് ഓർമ്മിച്ചു വെച്ചു. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പർ ആമിലാണ്, 0.1 ml ആണ്. അതുകൊണ്ട് തന്നെ ID ഡോസ് ആണ്, ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ആണ്. ഇനി അടുത്തതാണ് സ്വിച്ച് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഇന്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന OPV എന്ന് പറയുന്നത് നമുക്ക് ട്രൈവാലന്റ് ആയിരുന്നു. ഓക്കെ, POPV ആയിരുന്നു, ദാറ്റ് ഈസ് ട്രൈവാലന്റ് OPV ആയിരുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓർഗാനിസത്തിനും പല പല സ്ട്രെയിനുകൾ ഉണ്ടാവും. ഇപ്പം പോളിയോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രെയിൻ ഉണ്ട്, പിന്നെ രണ്ടാമത്തെ സ്ട്രെയിൻ ഉണ്ട്, അതിന് മൂന്നാമത്തെ സ്ട്രെയിൻ ഉണ്ട്. അപ്പം ഇതിൽ 1, 2, 3 ഉണ്ടായിരുന്നു. ഇതിൽ 2 പിന്നെ നമ്മൾ മനസ്സിലാക്കി കൂടുതലും വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പാരലൈറ്റിക് പോളിയോ ഉണ്ടാക്കുന്നത് ഈ സെക്കൻഡ് സ്ട്രെയിൻ ആണെന്നും, മാത്രമല്ല അന്നത്തെ കാലത്ത് നമുക്ക് അത്രത്തോളം ഈ ഒരു സെക്കൻഡ് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന പോളിയോ കുറവാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരു ദോഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ സ്ട്രെയിൻ അങ്ങോട്ട് റിമൂവ് ചെയ്തു, 1ഉം 3ഉം മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്വിച്ച് പ്രോഗ്രാം ഓഫ് OPV എന്ന് വിളിക്കുന്നത്. അത് നിലവിൽ വന്നത് ഏകദേശം 2016 ഏപ്രിലാണ്. ക്ലിയർ? ഇനി OPVന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് OPV ഈസ് എ ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അത് OPV ആണ്. ഓക്കെ, ഇനി അഥവാ OPV അല്ലാതെ ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആൻസർ എന്ന് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള എന്താണ് BCG റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് നമ്മള് കലക്കി വെച്ചിട്ടുള്ള ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള BCG ആണ് ഏറ്റവും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ OPV വരുന്നുള്ളൂ. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ഉള്ള അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള BCG ഉണ്ടല്ലോ, അത് അത്ര ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടല്ല. അതിന്റെ മുന്നേ വരുന്ന ഒരു സംഭവം OPV തന്നെയാണ്. അഥവാ നിങ്ങൾ ഇനി ഒരു എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ എന്ന് പറഞ്ഞതിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് BCG എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുത്തിക്കോളാം, അല്ലാത്ത പക്ഷം നിങ്ങൾ OPV കുത്തിക്കോളാം. ചെയ്യാം. അപ്പൊ വാക്സിൻ വയൽ മോണിറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓരോ പോളിയോ വാക്സിന്റെ മേലെയും ഈ ഒരു സംഭവം ഉണ്ടാവും. ഇതില് ഒരു ഇന്നർ സ്ക്വയർ ഉണ്ടാവും, ഔട്ടർ ആയിട്ട് ഒരു റൗണ്ടും ഉണ്ടാവും. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നർ സ്ക്വയർ എന്ന് പറയുന്നത് ഏറ്റവും ഫ്രഷ് വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും, പുറത്ത് നമുക്കൊരു വയലറ്റ് കളറാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ഹീറ്റ് അടിക്കും തോറും ഈ ഒരു സംഭവം ഉള്ളിലത്തെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, പുറത്തുള്ള കളർ നമുക്ക് ചേഞ്ച് ആവൂല. ഓക്കെ, അപ്പോ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ കംപ്ലീറ്റ് വെള്ള കളറാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. രണ്ടാമതാകുമ്പോഴത്തേക്ക് കുറച്ച് ചൂടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലത്തെ ആ ഒരു വെള്ള കളർ കുറച്ചൊന്ന് വയലറ്റിലേക്ക് പോകും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ പുറത്തുള്ളതും ഉള്ളിലത്തെയും കളർ ഒന്നാവും. പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ കളർ കുറച്ചും കൂടി ഡാർക്കർ ആവും. അപ്പം ഏതൊക്കെ സ്റ്റേജിലാണ് നമുക്ക് ഇതിനെ നമ്മൾ ഗ്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഇങ്ങനെ തന്നെ ഗ്രേഡിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രേഡ് 1 and 2 വി ക്യാൻ യൂസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഗ്രേഡ് 3 and 4 should be discarded. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിസ്കാർഡ് ചെയ്തിരിക്കണം. ക്ലിയർ? ഇനി അടുത്തതാണ് റോട്ടാ വൈറസ് വാക്സിനെ പറ്റിയിട്ടും ചിലപ്പം ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്സിൻസിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റോട്ടാ വൈറസ് റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടും ചിലപ്പം ചോദിക്കാം. എങ്ങനെയാണ് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നത്? ഡയറിയ ആർക്ക്? ഇൻ ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രനില് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡയറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോട്ടാ വൈറസ് ആണ്. ഓക്കെ, വീൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഈ റോട്ടാ വൈറസ് ആണ് കുട്ടികളിൽ അണ്ടർ 5 കോമൺ ആയിട്ടുള്ള വൈറൽ ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ടീരിയൽ ഓർഗാനിസം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്കോളയാണ്. ഓക്കെ, അപ്പൊ റോട്ടാ വൈറസ് വാക്സിന് നമ്മൾ റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര റീസെന്റ് അല്ല, പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഈ ഒരു റോട്ടാ വൈറസ് വാക്സിൻ. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ആഡപ്പ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അതിൽ റോട്ടാ വാക്ക് ഉണ്ട്, ഓക്കെ, റോട്ടാസീൽ ഉണ്ട്, റോട്ടാടെക് ഉണ്ട്, റോട്ടാറിക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല വാക്സിൻസ് ഉണ്ട്. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് റോട്ടാ വാക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? റോട്ടാ വാക്ക്
ഓറൽ ഓറൽ വാക്സിൻ ആണ്. ഓക്കെ, ഓറൽ വാക്സിൻ ആണ്. അപ്രോക്സിമേറ്റ്ലി നമ്മൾ കൊടുക്കുന്ന ഡോസ് എന്ന് പറയുന്നത് 5 ഡ്രോപ്സ് ആണ്. OPV എത്ര ഡ്രോപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? 2 drops. വെരി ഗുഡ്, ഇറ്റ് ഈസ് 2 ഡ്രോപ്സ്. ഓക്കെ, അതേസമയം റോട്ടാസി എന്ന് പറയുന്നത് ഓറൽ വാക്സിൻ തന്നെയാണ്, പക്ഷേ ഇതിന് ഏകദേശം 2.5 ml ആണ്. അപ്രോക്സിമേറ്റ്ലി നമ്മൾ 3 ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നത് നല്ലതാണ്. ദാറ്റ് ഈസ് Intussusception. വെരി ഗുഡ്, ദാറ്റ് ഈസ് ഇൻഡ്യൂസസെപ്ഷൻ. എന്താണ് ഇൻഡ്യൂസസെപ്ഷൻ എന്ന് പറയുന്നത്? ടെലിസ്കോപ്പിംഗ് ഓഫ് ദി ബവൽ. ഓക്കെ, ഒരു ബവലിന്റെ ഉള്ളിലേക്ക് മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബവലിന്റെ ഒരു പാർട്ട് മറ്റൊരു പാർട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ, ടെലിസ്കോപ്പ് പോലെ ഇപ്പോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് കോൾഡ് ചെയിൻ. കോൾഡ് ചെയിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻസ് ഫ്രം ദി പോയിന്റ് ഓഫ് മാനുഫാക്ചർ ടു ദ പോയിന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്സിൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് ഒക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുഫാക്ചർ സൈറ്റ് തൊട്ടിട്ട് എവിടെയാണോ വാക്സിൻ കൊടുക്കുന്നത് ആ ഫീൽഡ് വരെ നമ്മൾ കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം ഉണ്ട്, റിവേഴ്സ് കോൾഡ് ചെയിൻ. അത് ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിവേഴ്സ് കോൾഡ് ചെയിൻ സാമ്പിൾ കളക്ഷൻ ഇൻ കേസ് ഓഫ് സസ്പെക്ടഡ് പോളിയോ. ഓക്കെ, പോളിയോ സസ്പെക്ട് ചെയ്യുന്ന ചിലപ്പം പാരലൈറ്റിക് പോളിയോ ഒക്കെ വന്നിട്ട് പിന്നെ സ്റ്റൂൾ സാമ്പിൾ എടുക്കുന്ന ആൾക്കാരിൽ നമ്മൾ റിവേഴ്സ് കോൾഡ് ചെയിൻ ആപ്ലിക്കബിൾ ആവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് പറഞ്ഞത് നമ്മൾ കോൾഡ് ചെയിൻ ഫോർ വാക്സിൻ എന്ന് പറയുന്നത് മാനുഫാക്ചർ സൈറ്റ് തൊട്ടിട്ട് ഏറ്റവും പെരിഫറി വരെയാണ്. ഈ റിവേഴ്സ് കോൾഡ് ചെയിൻ ഫോർ പോളിയോ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഫീൽഡ് പോയിട്ട് നമ്മൾ സ്റ്റൂൾ കളക്ട് ചെയ്യുന്നത്, എന്നിട്ട് കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ഇതിന്റെ വൈറോളജിക്കൽ ടെസ്റ്റിംഗ് സെന്റർ വരെ എത്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിവേഴ്സ് കോൾഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് കോൾഡ് ചെയിൻ ടെമ്പറേച്ചർ ഓഫ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി വാക്സിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 8 +8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ കോൾഡ് ചെയിൻ ടെമ്പറേച്ചർ ഓഫ് വാക്സിൻസ് ഇൻ ഇന്ത്യ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോൾഡ് ചെയിനിലല്ലാണ്ട് നമ്മൾ റൂം എയറിൽ വെക്കാൻ പറ്റുന്ന വാക്സിൻ ആണ് ഏത്? നമുക്ക് വൈറ്റമിൻ എ, അതേപോലെ തന്നെ ഡൈലുവൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം. പക്ഷെ പൊതുവെ നമ്മൾ ഏറ്റവും മേലെയായിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്. ഓക്കെ, ഇനി മിനിമം ലെവൽ ഓഫ് വാക്സിൻ സ്റ്റോറേജ് അല്ലെങ്കിൽ കോൾഡ് ചെയിനിന്റെ ഒരു കമ്പോണന്റ് ഉള്ളതെന്ന് പറയുന്നത് അത് PHCയിലാണ്. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വാക്സിൻസ് സ്റ്റോർ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ് സെന്ററിൽ നമ്മൾ വാക്സിൻസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യുന്നില്ല, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടത്തേക്ക് ഓരോ വീക്ക്ലി സെഷന് വേണ്ടിയിട്ട് നമ്മൾ PHCന്നോ അല്ലെങ്കിൽ CHCന്നൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തതാണ് നമ്മൾ കോൾഡ് ചെയിനിന്റെ ടെമ്പറേച്ചർ. നമ്മൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ILR പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതിന് ടെമ്പറേച്ചർ നല്ല രീതിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാക്സിൻസ് ഒക്കെ കേടായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള തെർമോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് കോൾഡ് ചെയിൻ കമ്പോണൻസ് ഓഫ് ലെവൽസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീജിയണൽ ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ രണ്ട് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് കോൾഡ് സ്റ്റോറേജ്, രണ്ടാമത്തെയാണ് ഫ്രീസേഴ്സ്. ഓക്കെ, അപ്പോ കോൾഡ് റൂംസ് ഒക്കെയാണ് അല്ലെങ്കിൽ ILR ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 to 8 ആയിരിക്കും. ഇനി എവിടെയൊക്കെ ഫ്രീസേഴ്സ് കാണുന്നുണ്ടോ അതിന്റെ ഒക്കെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 to -40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്യുന്നത് പറയുന്നത് വാക്ക് ഇൻ കോൾഡ് റൂംസ് ആണ്. ഓക്കെ, വാക്ക് ഇൻ കോൾഡ് റൂംസ് ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില KFCന്റെ ഷോറൂമുകളിൽ നമ്മളെ ഒരു പിന്നെ അണ്ണാബെന്നൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു ഫ്രീസറിന്റെ ഉള്ളിൽ ഒരു കോൾഡ് റൂമിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്നത്, അതേപോലെയുള്ള റൂമിനെയാണ് നമ്മൾ വാക്ക് ഇൻ കോൾഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റൂംസിന്റെ ഉള്ളിൽ നമ്മൾ വാക്സിൻ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി വാക്സിൻ ഫ്രീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോൾഡ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് ഫ്രീസർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കാണിക്കുന്നത് ഫ്രീസർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഫ്രീസേഴ്സ് എന്ന് പറയുന്നത് -20 to -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിസ്ട്രിക്ട് ലെവലിൽ ലാർജ് ILR-ഉം ലാർജ് ഡീപ് ഫ്രീസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് 2 to 8 -20 to -40 തന്നെയാണ്. സ്മോൾ ILR ആണ് നമ്മൾ PHC ലെവലിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സ്മോൾ ആയിട്ടുള്ള ഡീപ് ഫ്രീസേഴ്സും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര കാലം സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ 3 months ഉപയോഗിക്കും. അതാണ് ഏറ്റവും മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം 1 month ആണ്. ഓക്കെ, ബാക്കിയുള്ള സബ് സെന്റർ ലെവലിലേക്കൊക്കെ നമ്മൾ വാക്സിൻ കരിയർ, ഡേ കരിയർ, ഫ്രോസൺ ഐസ് പാക്ക് ഒക്കെ പോലുള്ള കാര്യത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് വാക്കിംഗ് കോൾഡ് റൂംസ്, ഡീപ് ഫ്രീസേഴ്സ്, ILR ഒക്കെ.
ഇനി അടുത്തൊരു കാര്യം വാക്സിനിൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ഓപ്പൺ വയൽ പോളിസി. ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് 2015 ഈ ഒരു ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കബിൾ ആയത്. ഇതിപ്പോ നമ്മൾ വാക്സിൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളിപ്പം നമ്മളിപ്പം വാർഡിലൊക്കെ യൂസ് ചെയ്യുന്ന എമർജൻസി മെഡിസിൻ, ഇപ്പം ബിഡാസ് ആയിക്കോട്ടെ, കിറ്റാമിൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം അപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഈ ഓപ്പൺ വയൽ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എനി വാക്സിൻ വയൽ ഈസ് ഓപ്പൺഡ് ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 28 days. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സിൻ നമ്മൾ ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ 28 days ഉള്ളിൽ നമ്മൾ അത് യൂസ് ചെയ്ത് തീർക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന മറ്റൊരു സംഭവം ഉണ്ട്, 10 ട്രിക്സ്, നമ്മൾ 10 പ്രാവശ്യം ട്രിക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഓപ്പൺ വയൽ പോളിസിയിൽ ഈ ഒരു സംഭവം മാത്രമേ പറയുന്നുള്ളൂ, വിത്തിൻ 28 days. ഓക്കെ, അപ്പോൾ അതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് OPV, DPT, TT, IPV, ഹെപ്പറ്റൈറ്റിസ് ബി, പെൻഡാവാലന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓപ്പൺ വയൽ പോളിസിയിൽ അപ്ലിക്കബിൾ ആണ്. വൺസ് പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 28 days ഉള്ളിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതേ വയലിൽ നിന്ന് നമുക്ക് വാക്സിൻസ് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ചിലപ്പം ഇതിൽ അപ്ലിക്കബിൾ അല്ലാത്ത വാക്സിൻസ് ഏതൊക്കെയാണെന്നായിരിക്കും. ഓക്കെ, അപ്ലിക്കബിൾ അല്ലാത്ത വാക്സിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസിൽസ് വാക്സിൻ ഉണ്ട്, റോട്ടാ വൈറസ് വാക്സിൻ ഉണ്ട്, ജി വാക്സിൻ ഉണ്ട്, BCG ഉണ്ട്. കാരണം ഇതൊന്നും നമുക്ക് 28 days പോയിട്ട് നമുക്കൊരു 8 മണിക്കൂറിനേക്കാളും കൂടുതലൊന്നും നമുക്ക് ഒരിക്കലും വെക്കാൻ പറ്റൂല. മീസിൽസ് വാക്സിൻ വിത്തിൻ 4 hours നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം. റോട്ടാ വൈറസ് വാക്സിൻ ആണെങ്കിൽ 4 to 6 hours കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം. ജെ വാക്സിൻ വെറും 2 hours മാത്രമേ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ പാടുള്ളൂ. BCG വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ 4 hours. ആൻഡ് പിന്നെ യെല്ലോ ഫീവർ വാക്സിൻ ഉണ്ട്, നമ്മൾ ഇത് റുട്ടീൻ ആയിട്ട് കൊടുക്കാത്തൊരു വാക്സിൻ ആണ്. കാരണം യെല്ലോ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എക്സോട്ടിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടീഷൻ ഇല്ല. അതേസമയം നമ്മൾ സൗത്തേൺ പാർട്ട് ഓഫ് അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വാക്സിൻ എടുക്കാണ്ട് അവരങ്ങോട്ട് കയറ്റിയില്ല. ഓക്കെ, അപ്പൊ യെല്ലോ ഫീവർ വാക്സിൻ വെറും 30 minutes മാത്രമേ അത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൂ. ഈ യെല്ലോ ഫീവർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അതിന് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. ഇനി അടുത്തതാണ്, ഇതാണ് ILR എന്ന് പറയുന്നത്. ILR ഏറ്റവും താഴെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന ഐറ്റംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോൾഡ് കൂടുതലാണ്, കാരണം കംപ്രസർ വരുന്നത് താഴെയാണ്. ഓക്കെ, ഇപ്പൊ OPV, മീസിൽസ്, BCG, പിന്നെ റോട്ട, പിന്നെ TT, DPT ഇങ്ങനെയാണ് പോകേണ്ടത്. ഒരിക്കലും നമ്മൾ TT DPT ഒന്നും അല്ലെങ്കിൽ പെൻഡാവാലന്റ് ഒന്നും കൊണ്ടിട്ട് ഏറ്റവും താഴെ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രോസൺ ആയി പോകും, പിന്നെ അത് യൂസ് ഇല്ലാണ്ടായി പോകും. അപ്പൊ നിങ്ങളടുത്ത് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐസ് പാക്ക് വെക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഐസ് പാക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് പാക്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹോളുകൾ കാണാനും പറ്റും. ഓക്കെ, ആ ഹോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല, അതിൽ നമുക്ക് വയൽസ് ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പം ഏതൊക്കെ വയൽസ് ആണ് നമുക്ക് ഐസ് പാക്കിന്റെ മേലെ വെക്കേണ്ടത്, ഏതൊക്കെയാണ് ആ കുഴിയിൽ വെക്കേണ്ടത്, ഏതൊക്കെയാണ് അതിന്റെ പുറത്ത് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ കുഴിയിൽ ഇറക്കി വെക്കാൻ പറ്റുന്നതാണ് ജെ വാക്സിൻസ്, മീസിൽസ് വാക്സിൻ, BCG വാക്സിൻ, OPV വാക്സിൻ. ഓക്കെ, പുറത്ത് വെക്കേണ്ടതാണ് TT, IPV, പെൻഡാവാലന്റ്, DPT, ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേപോലുള്ള വാക്സിൻസ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഫ്രോസൺ ആയി പോയി കഴിഞ്ഞാൽ, ഈ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ ഫ്രോസൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇനി അടുത്തതാണ് നമ്മൾ വാക്സിൻസും മാക്സിമം ഏജ് കട്ട് ഓഫ്. BCG വാക്സിൻ നമുക്ക് ഓൾമോസ്റ്റ് കുറെ വാക്സിൻസ് നമുക്ക് 1 year വരെയാണ് എടുക്കാൻ പറ്റുന്നത്. ലൈക്ക് BCG, ഹെപ്പറ്റൈറ്റിസ് ബി, IPV, പെൻഡാവാലന്റ്, റോട്ടാവൈറസ് വാക്സിൻ, ഇതൊക്കെ നമുക്ക് 1 year വരെയാണ് നമ്മൾ പറയുന്നത്. മീസിൽസ്, OPV 5 years, DPT 7 years. പ്രത്യേകം ശ്രദ്ധിക്കുക, DPT വാക്സിൻ 7 years വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം പെൻഡാവാലന്റ് വാക്സിന് 1 year വരെ വാലിഡിറ്റി ഉള്ളൂ. വാലിഡിറ്റി അല്ല, നമ്മുടെ ഏജ് കട്ട് ഓഫ് ഉള്ളൂ. ജെ വാക്സിൻ നമുക്ക് 15 years വരെ നമുക്ക് എടുക്കാം. TT എന്ന് പറയുന്നത് ദർ ഇസ് നോ കട്ട് ഓഫ്. നമ്മളിപ്പോഴും ഒരു ആണി നിറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വെച്ച് കുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് TT എടുക്കാറുണ്ട് അല്ലെ. ഇനി അടുത്തൊരു സംഭവമാണ് ഷേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾക്ക്. ഷേക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ടില്ലേ, പുറത്ത് വെച്ച വാക്സിൻസ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലിക്വിഡ് ഫോമിൽ വരും. പക്ഷെങ്കിൽ ഇതൊക്കെ ഫ്രോസൺ ആവാനായിട്ട് പാടില്ല. അത്തരത്തിലുള്ള വാക്സിൻസ് അഥവാ ഫ്രോസൺ ആയിട്ടുണ്ട് ILR-ലൊക്കെ വെക്കുന്ന സമയത്ത് ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഫ്രീസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്രോസൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൺസ് ഇറ്റ് ഇസ് ഫ്രോസൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻസി പോയി, പിന്നെ അത് ഡിസ്കാർഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഷേക്ക് ചെയ്തിട്ട് അതിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഷേക്ക് ടെസ്റ്റിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വാക്സിൻസിനാണ്? ഫ്രീസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഞാൻ ഇവിടെ സൈറ്റ്, ഓരോ വാക്സിന്റെയും സൈറ്റ് ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പം ഏതൊക്കെയാണ് റൈറ്റ് അപ്പർ ആർമിൽ കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ലെഫ്റ്റ് അപ്പർ ആർമിൽ കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ലെഫ്റ്റിലും റൈറ്റിലും ആന്റീരിയർ ലാറ്ററൽ സൈഡിലും മിഡ്തൈയിൽ കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെയാണ്, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു പിന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ.
വായിച്ചിട്ട് പോയിക്കോളാം. ഇനി അടുത്തൊരു 2 ടേമുകളാണ് നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആൻഡ് വാട്ട് യു മീൻ ബൈ കംപ്ലീറ്റ്ലി ഇമ്മ്യൂണൈസ്ഡ്. അപ്പൊ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിൽ 1 year ഓഫ് ഏജിലുള്ള എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ call them as fully immunized. Okay. ഇനി till 2 years വരെയുള്ള എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ടെങ്കിൽ we can call it as completely immunized. ഓക്കെ. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഏകദേശം 12 to 23 months ഓഫ് ഏജിലാണ് നമ്മൾ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് 5 yearsലാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇമ്മ്യൂണൈസ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു സംഭവമാണ് EV എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. ഓക്കെ. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പം ചില ഏരിയാസിലെ കുട്ടികളൊക്കെ കുറവായിരിക്കും, പക്ഷെങ്കിൽ സ്റ്റോക്ക് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയണൽ ലെവലില് മാക്സിമം വാക്സിൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എത്ര കാലാണ്? 3 months. ഓക്കെ. ബാക്കി എല്ലാവിടെയും 1 month ഉള്ളൂ. അപ്പൊ നമുക്കറിയാം വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അത്രയും കോസ്റ്റ് കൊടുത്തിട്ടുണ്ടാക്കുന്നതാണ്. അപ്പം പിന്നെ ചില നമുക്കിപ്പം മെഡിസിൻ വാർഡില് കൊണ്ടുപോയിട്ട് നമ്മൾ സർജിക്കൽ ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്നും യൂസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ചില ഏരിയാസിൽ നമ്മൾ പിന്നെ കുട്ടികളൊക്കെ ചിലപ്പം കുറവായിരിക്കും, അല്ലെങ്കിൽ വാക്സിൻ എടുക്കാൻ വരുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പൊ അവിടെ അത്രത്തോളം യൂസ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ പൊട്ടൻസി പോകും, പിന്നെ അത് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം EV എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. അപ്പം സ്റ്റോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിലയിടത്തിൽ എന്ന് പറയുന്നത് നല്ല രീതിക്ക് വാക്സിൻ വേണ്ട വരും. അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. ഓക്കെ. ഇനി അടുത്തൊരു സംഭവമാണ് കിൽക്കാരി ആപ്പ് എന്ന് പറയുന്നത്. കിൽക്കാരി ആപ്പ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറച്ചാണ്, പക്ഷെങ്കിൽ ഇതൊരു മൊബൈൽ ആപ്പാണ്. ഇതിൽ നമുക്ക് ആന്റിനറ്റൽ കെയർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, പോസ്റ്റ് നറ്റൽ കെയർ ആൻഡ് ഇമ്മ്യൂണൈസേഷനെ പറ്റിയിട്ടുള്ള അവയർനെസ് നൽകുന്ന മെസ്സേജസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അതാണ് ഈ കിൽക്കാരി മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. EV നിങ്ങൾ പഠിച്ചിരിക്കണം. EV എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ വാക്സിൻസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം ക്ലാസ് ഒക്കെ മനസ്സിലായില്ലേ? ഏകദേശം വാക്സിൻസിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. അപ്പോ ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കിയിട്ട് പോവാം, നല്ല രീതിക്ക് നോക്കിയിട്ട് പോവാം. കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇതിന്ന് ചോദിക്കാം. കാരണം പലരും ഇപ്പൊ ഓൾറെഡി JPHN ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളടുത്തൊക്കെ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വാക്സിനോട് അനുബന്ധിച്ചിട്ടുള്ളതായിരിക്കും. ഓക്കെ. അപ്പം നാളത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക് ആയിട്ട് വരാം. അതുവരെയും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir.